ഞാൻ അങ്ങനെ ഉറക്കാനാ ഉസ്താദ് എങ്ങനെ എണീക്കാൻ കഴിയില്ല. സുബീക അതെ അലാറം പോകുമ്പോട്ടി അവനെ എണീക്കാൻ കഴിയില്ല. കാരണം അവരെന്നെ അത് മുദ്ര കുത്താണ്, എനിക്കത് നടക്കൂല. നീ സുബീക്ക് ശേഷം ഉറങ്ങില്ല ഉണ്ട് സതേ വേറെ ഒന്നും ഒഴിവാക്കാൻ എന്നെ കൊണ്ടാവില്ലേ. അത് ഉറങ്ങിയിട്ട് നമുക്ക് ആവൂല. അങ്ങനെ ചില ഈ ചായക്കെല്ലാം പറയുന്ന ചായ ഞാൻ കുടിച്ചില്ലെങ്കിൽ തന്നെ അതിന് പറയുന്നത്. അതേ പോകുമ്പോട്ടി അവരെ എണീക്കൂല എന്ന് പറയുന്നത് ഈ ചങ്ങായിനോട്. സുബീക്ക് എണീക്കാൻ കഴിയുന്നില്ല. ഇല്ല ഉസ്താദിനോട് ഞാൻ ഒന്ന് കാണാൻ നിൽക്കുക, എന്തൊക്കെ ദിക്കറാറ്റുണ്ടാന്ന് ചോദിക്കാൻ. ആയിക്കോട്ടെ, ബോംബ് പൊട്ടിയാലും എണീക്കൂല. ശരി, അതേ ചങ്ങായിനോട് അവന്റെ സുഹൃത്ത് പറയാണ്, നിങ്ങൾ അടുത്താണല്ലോ എയർപോർട്ട്, 3:30 ലാൻഡ് ചെയ്യുന്നത്, ലഗേജ് ഒക്കെ ഉണ്ട്, 4 മണിയാകുമ്പോൾ എത്തുന്നാ പറഞ്ഞത് കുഞ്ഞള അല്ലെങ്കിൽ പെങ്ങളെ ഭർത്താവ്. നീ വരുമോ? മിസ് അടിച്ചാൽ മതി. ബോംബ് പൊട്ടിക്കണം വേണ്ട. അതെന്താ അതെന്താ അത്ര തന്നെ? അത് വേറെ ഉത്തരം അതിലില്ല. അതിലിപ്പോ റൂഹുൽ മഅനിയിലുണ്ട്, റൂഹുൽ ബയാനിലുണ്ട് എന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അതെന്റെ ഉത്തരം. ഇതേപോലെ ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഹസ്സിനു അഖ്ലാഖക്കും, നിങ്ങളുടെ സ്വഭാവം നന്നാക്കണമെന്ന ഹദീസിലുണ്ട്. സ്വഭാവം നന്നാക്കണമെന്ന ഹദീസ് പറയുന്നുണ്ടെങ്കിൽ മുഹാലിനോട് ഇസ്ലാമിൽ തക്ലീഫ് ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത കാര്യം ചെയ്യണമെന്ന് ഇസ്ലാം പറയൂല. ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അത്